ശ്രീ ബി റെജി, ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഷാഫി പറമ്പിലാണ് അത്തരമൊരു നീക്കം നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും. കാരണം ഷാഫിക്ക് കൈവിടാൻ പറ്റുകയില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഷാഫിയുടെ നോമിനിയാണല്ലോ രാഹുൽ. നോക്കൂ, എത്ര അവാസ്തവമായ കാര്യങ്ങളാണ് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹം 14 വർഷത്തോളം MLA ആയിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. നിലവിൽ അദ്ദേഹം MP ആണ്. മാത്രമല്ല, കേരളത്തിലെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവരുടെ ആവലാതികൾ പരിഹരിക്കുവാനും അവരുടെ സ്നേഹ ആശംസകൾ സ്വീകരിക്കുവാനും അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. മാത്രമല്ല, കേരളത്തിൻ്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അദ്ദേഹത്തെ സമീപിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് യോഗമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് എത്ര പരിഹാസ്യമാണ്. ഗ്രൂപ്പ് യോഗത്തിന്റെ ആശാൻ തന്നെയാണ് ഷാഫി പറമ്പിൽ. മുമ്പും അദ്ദേഹം ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഗ്രൂപ്പ് കളിക്ക് മുന്നിലുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹം 14 വർഷത്തോളം അദ്ദേഹം MLA ആയി മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നിലവിൽ അദ്ദേഹം MP ആണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് പല ആവശ്യങ്ങളും സാധിക്കാനുണ്ട്. മാത്രമല്ല, കേരളം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. നോക്കൂ, വടകര DYFIക്കാർ അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ അദ്ദേഹം ഒരു 100 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നു ചേർന്നത്. നമ്മൾ കേരളം കണ്ടതല്ലേ. പിന്നെ ഈ DYFI നേതാവ് ശ്രീ ഷാനിബ് പറയുന്ന കേട്ടാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏകപക്ഷീയമായ, അല്ലെങ്കിൽ ഒറ്റതിരിഞ്ഞ ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ എതിർ പാളയത്തിനെ കുറിച്ച് ഇങ്ങനെ വാചാലനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഹീനമായ ശ്രമങ്ങളെ എത്രമാത്രം പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു എന്നുള്ളത് കേരള സമൂഹം മറക്കില്ല. നോക്കൂ, അദ്ദേഹം MLA തടയും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ എനിക്ക് ആ MLA, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഏറ്റവും ധാർമ്മികത അങ്ങേയറ്റം, അതിൻ്റെ ഏറ്റവും വലിയ നിലവാരത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ, അതായത് ഒരു പരാതിക്കാർ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ത് ചെയ്തു? അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അയാളെ മാറ്റി. അയാളെ അതുപോലെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അയാളെ മാറ്റി. അയാളെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അക്കാര്യം കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള, ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ, ജനസമൂഹം പ്രഖ്യാപിക്കുകയും അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 9.5 വർഷത്തെ അവരുടെ ഭരണം കൊണ്ട് ഈ സമൂഹത്തെ, അതായത് ജനങ്ങളെ ഈ ഭരണവിരുദ്ധ വികാരത്തെ നിന്ന് ശ്രദ്ധ അകറ്റുന്നതിനും അതോടൊപ്പം ഈ ഹവാലയും റിവേഴ്സ് ഹവാലയും അതുപോലെ വിദേശത്തു നിന്ന് എത്തിയ പണം മന്ത്രിമാർക്കുൾപ്പെടെ ലഭിച്ചു എന്നുള്ള പരാതിയും പാർട്ടി സെക്രട്ടറിയുടെ പുത്രനെതിരെ രേഖ ലീക്ക് ചെയ്ത് കൊടുത്തു സംബന്ധിച്ചുള്ള പരാതികളും ഒക്കെ സമൂഹത്തിൽ ചർച്ച വരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനശ്രദ്ധ അകറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി മുന്നോട്ട് വന്നത്. ഇത് മുഴുവൻ ഉയർന്നു വന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത് വെളിയിൽ വിട്ടത്, അല്ലാതെ മറ്റു പാർട്ടിക്കാരല്ല. അവരത് ഏറ്റെടുക്കും സ്വാഭാവികമായിട്ട്. നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ CPM-ന് അല്ലെങ്കിൽ DYFIക്ക് ഇത് പറയാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മിക ബാധ്യത ഉണ്ടെന്ന് അങ്ങ് കരുതുന്നു? ധാർമ്മികമായിട്ട് CPM-ന് ബാധ്യതയില്ല, അംഗീകരിക്കുന്നു. M മുകേഷ് അദ്ദേഹം FIR രജിസ്റ്റർ ചെയ്ത് മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുമാത്രം പരാതികളാണെന്നത് എവിടെ പോയി? 5 വർഷം വെച്ച് കാത്തിരുന്നു. കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങേയറ്റം വാചാലമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു CPM. നോക്കൂ, എത്ര പേർക്കെതിരെയാണ്, മുൻ മന്ത്രിമാർക്കെതിരെ. ഞാൻ അവരുടെ പേരുകൾ പരാമർശിക്കുന്നില്ല. അവരെ സംബന്ധിച്ചുള്ള വാട്സാപ്പ് ചാറ്റുകളും വോയിസ് റെക്കോർഡുകളും ഇന്ന് എത്ര ശരിയാണ്. കടകംപള്ളി സുരേന്ദ്രനെതിരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കുവാൻ തയ്യാറായില്ല. അതൊക്കെ സംഭവിച്ചതാണ്. പക്ഷേ ആ ധാർമ്മികത, അവിടെ ധാർമ്മികത ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM-ന് അവർക്കത് പറയുവാനുള്ള അർഹതയുമില്ല. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് പോലും ഈ താങ്കൾ പറയുന്ന പോലെ ഒരു സമുന്നത നേതാവ്, കേരളം ആദരിക്കുന്ന നേതാവ്, അങ്ങനെയൊക്കെയാണല്ലോ ഷാഫിയെ സംബോധന ചെയ്തത് താങ്കൾ. ആ ഒരു നേതാവ് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ വ്യക്തിയെ പാലക്കാട് മണ്ഡലത്തിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുകയാണ് ശ്രീ ബി റെജി. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് രഹസ്യ യോഗമൊക്കെ പാലക്കാട് ചേരുന്നത്. അത് കണ്ണുമടച്ച് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ട് ആരും അത് അംഗീകരിക്കാനൊന്നും പോകുന്നില്ലല്ലോ, നിഷേധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതൊരു പതിവാണ്. ഷാഫി നിഷേധിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ സംഭവമാണ്, അങ്ങനെ നടന്നിട്ടുണ്ട് അവിടെ.
നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അത് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അത് കോൺഗ്രസിൻ്റെ മുഴുവൻ അണികളും നേതാക്കളും അതിൻ്റെ പ്രവർത്തകരും അങ്ങേയറ്റം 100% അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇൻ്റർനാഷണൽ കോൺഗ്രസിൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റതിരിഞ്ഞ്, അതായത് ഷാഫി പറമ്പിലിനെ അക്കാര്യത്തിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പ്രതിയോഗികളുടെ തന്ത്രപരമായ